ഹലോ ഗായ്സ്, നമ്മ ഇന്ന് തുടരും സിനിമ വന്നിട്ടില്ലേ? ഈ സിനിമ ട്രെയിലർ അല്ലെ, ഫസ്റ്റ് ഇത് നമ്മ കാണുന്ന ഒരു പഴയ ഒരു മോഹൻലാൽ അല്ലെ, ആ ഒരു ഒരുപാട് കോമഡിയും പഴയ പടത്തിന്റെ കുറെ ഡയലോഗ്, സ്വന്തം സിനിമയെ നോക്കുന്ന കുറെ ഡയലോഗും, അതായത് മറ്റേ കഞ്ഞി എടുക്കട്ടെ, മറ്റേ ഒടിയൻസ്, അങ്ങനെ കുറെ പിന്നെ താടി, അത് താടി ആരിക്കടെ ഈ താടി ആ സംഭവം ഉണ്ട്, പ്രശ്നം എന്നെല്ലാം പറയുന്നത്. അങ്ങനെ കണ്ട് കണ്ട് നമ്മ ഇങ്ങനെ ഒരു അത്ര ഇല്ലു, അത് വേഗം തീരും. നമ്മളിങ്ങനെ എൻഗേജിങ് ആണ് പടം. നമുക്ക് ഇനിയും വേണം. ആ ഒരു പാട്ട് വരുമ്പോ, ആ MG ശ്രീകുമാർ പാട്ട് വരുമ്പോ അത് പിന്നെയും കേൾക്കണം. ആ ഒരു വിഷ്വലും അത് ഭയങ്കര രസമാണ്. അല്ല, എടുത്തു വെച്ച അല്ലെ രീതിയും അല്ലെ, ഓരോ ഫ്രെയിമും അടിപൊളിയാ. എന്തല്ലോ ഭയങ്കര ഒരു എന്താ പറയാ, എന്തല്ലോ നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു ആ ഒരു വീഡിയോ, ആ ഒരു സോങ്ങത്തെ. അത്ര നല്ല ലെങ്ത്തും ഉണ്ട് അതിൽ കാണിക്കുന്നത്. ഭയങ്കര രസമാണ്. ആ ഒരു ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ആ ഒരു കുറെ പാട്ടും ഉണ്ടല്ലോ ഈ പടത്തില്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇനിയും അത് വേണം എന്ന് വിചാരിക്കുമ്പോ ഈ പടത്തിൽ ആ ഒരു നമ്മൾ ഈ ട്രെയിലറെല്ലാം കാണുന്ന ആ ഒരു ചെറിയൊരു സീൻ ഇങ്ങനെ വരുന്നത്, എന്തോ വണ്ടി ഇതായി ട്രെയിലറായിട്ട് അല്ല, ആ ട്രെയിലറിൽ ഇങ്ങനെ പോകുന്നില്ല, വണ്ടി ഇങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുന്നത്. നമ്മൾ ശരിക്കും ഇതായിരിക്കും ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോ ഇനി എന്ത് നമുക്ക് വിചാരിക്കുമല്ലോ, ഇതിവിടെ എൻഡായി, വലിയൊരു ഇഷ്യൂ അല്ല നമുക്ക് തോന്നും. പിന്നെ അങ്ങോട്ടേക്കാണ് ഈ നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലേക്ക് ഇതിങ്ങനെ ഓരോ ഘട്ടം നമുക്കിത് ഇവൻ ഈ സിനിമ കാണുന്ന സമയത്ത് അടക്കി ഇത് എന്ന് പറയല് പ്രഡിക്ഷൻ ഇത് പറയും. പക്ഷെ ഇവന് അടുത്ത പറയാൻ പറ്റുന്നില്ല. ഇവൻ ചോദിക്കും അടുത്തൊന്ന്. പക്ഷെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെ സീനാണ് ലാസ്റ്റ് ആകുമ്പോ കുറച്ച് ഒറ്റ സീന്. പക്ഷെ അങ്ങനെ പ്രെഡിക്റ്റബിളേ അല്ല ഒന്നും അല്ല. എന്നിട്ട് ഇതിങ്ങനെ ഓരോ ഇങ്ങനെ പോയി. ഇതില് മെയിൻ 2 പോലീസുകാർ വരുന്നുണ്ട്. ഒന്ന് ബിനു പപ്പു, പുള്ളിക്കാരനെ ഇതിന്റെ ഡയറക്ടർ, അങ്ങനത്തെ ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയൊരു പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് കാസ്റ്റ് ആണ്. പുള്ളി വേറെ ഇത് പടത്തിലുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അങ്ങനല്ല, വേറെ ആരെങ്കിലും കുറച്ച് പുള്ളിക്കാരൻ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ മണക്കും, ഇതെന്തോ ഇയാള് ശരിയല്ല. പക്ഷെ നമുക്ക് ക്യാരക്ടർ അങ്ങനെയല്ല, ഇയാള് ഭയങ്കര ഒരു ഇതായിട്ട് വരും. നമ്മള് എന്നാലും നമുക്കൊരു ഡൗട്ട്, നമ്മൾ അറിയുന്ന ആരെങ്കിലും വില്ലനായിട്ട് കാസ്റ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കൂല ഇവൻ കുറച്ച് സീനാണ്. പക്ഷെ അങ്ങനെ തോന്നൂല, കുറച്ചിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു വില്ലൻ വരേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. ആ കഥയുടെ പ്ലോട്ടിൽ നമ്മ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു കഥയല്ല അത് പോകുന്നത്. പിന്നെ ഇത് ഇങ്ങനെ പോയി ഇത് ഈ മോഹൻലാലിന്റെ ഒക്കെ ഒരു നേല് വന്നാ മനസ്സിലാവും അത് മോഹൻലാലാണ്. അതെങ്ങനെ അറിയാം, ഭയങ്കര ഫുൾ കണക്ട്, നമ്മ ഇമോഷണലി കണക്ട് ആയി. എന്തില്ല സാധാരണ ഈ പടം ഞാൻ പറയുന്നില്ല, മാസ് കാണിക്കാൻ വേണ്ടി മാസ് കാണിക്കൂലേ, പക്ഷെ അങ്ങനല്ല അല്ലെ. ഇനിയിപ്പം എന്തും ചെയ്യും ഇവിടെ. പക്ഷെ ആ ഒരു ചില സാധനത്തിലുണ്ടല്ലോ ശരിക്കും കുളി തരും. അങ്ങനെ ഇമോഷണലി കണക്ട് ആയിട്ട് ചെങ്ങൻ മോഹൻലാൽ വെറുതെ വന്നാടെ നിന്നാലും മാസം അല്ലേ. ചെങ്ങനെ നേരിൽ വരുന്നൊരു സീനിലുണ്ട്. ആ സീനിലും കാണുമ്പോ ഇതേ സീൻ മറ്റേ ഇതിലും ഉണ്ട്, എമ്പുരാനിലും മറ്റേ ജംഗിൾ ഫൈറ്റിൽ താരം വരുന്നില്ല ആ ഇരുട്ടത്ത്. അതുപോലെ ഇത് ഇങ്ങനെ വരുമ്പോ ആ ഒരു വേറെ തന്നെ മാസല്ലേ. പക്ഷെ നമ്മ അല്ലേ ആടെ ഒരു മാസം തോന്നണമെങ്കിൽ അത് മോഹൻലാൽ മാത്രമേ പറ്റൂ. അത് ഈ ഇപ്പൊ എന്താ പറയാ, ഇത്രയും വലിയൊരു നിലയിൽ നിൽക്കുന്ന ആളെ ഒരു ഒന്നുമില്ല, സാധാ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്ന പോലെ എന്തും കോമൺ മാൻ ലൈഫ് അതുപോലെയാണ്. അത് ഇവര് പിടിച്ചടിച്ച് അങ്ങനെ വേറൊരാൾ അങ്ങനെ ഇതിലൊരു ഫൈറ്റ് വരുന്നുണ്ട്. ഇതിൽ ഫൈറ്റ് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൺവിൻസ് ചെയ്യുന്നു. ഒരു സാധാരണക്കാരൻ പിടിച്ചടിച്ചാൽ നമുക്ക് എന്താ ഇവനെ അടിക്കുന്ന ഇങ്ങനെ പറഞ്ഞടിക്കുന്നു നമ്മ വിചാരിക്കും. പക്ഷെ ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ട്, എന്തുകൊണ്ടാവും അടിക്കുന്നുള്ളൊരു സാധനം ഉണ്ട്. ശോഭനയുടെ ക്യാരക്ടറും ലാസ്റ്റിലേക്ക് എത്തുമ്പോ ഒരു ഭയങ്കര എന്താ പറയാ, ഒരു ഇമോഷൻ നമുക്ക് ഇതാക്കുന്നുണ്ട് അല്ലെ, ഒരു റിവെഞ്ച് പോലെ. എല്ലാരും ഇതിൽ അഭിനയിച്ച ഒട്ടുമിക്ക എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ, നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും. വില്ലൻ ആ ഒരു ലാസ്റ്റ് വരെ വില്ലൻ ഇങ്ങനെ നമുക്കിങ്ങനെ രണ്ടര കൊടുക്കണം എന്നുള്ള വിളിക്കുക ആ രീതിയിൽ പുള്ളിയുടെ ആക്ടിങ്ങിന്റെ സംഭവം. പുള്ളി എന്തൊക്കെയോ കളിക്കും അല്ലേ, ഒരു തെണ്ടിത്തരം കളിക്കുന്ന അറിയില്ലേ. അത് ബാക്കിയുള്ളവർ പിന്നെ ഒരു മനുഷ്യത്വം അടക്കം നമുക്ക് തോന്നും, അവരെന്നെ ഒരു ഇതുപോലെ കളിക്കും. പക്ഷെ ഈ പുള്ളി എത്ര പോയാലും അത് വിട്ട് കളിക്കും. ഒരു രക്ഷയില്ല, സാധനം ഒരു രക്ഷയില്ല. നമ്മ ട്രെയിലർ ആയിട്ടൊരു ബന്ധമില്ല, അതാ ഞാൻ വിചാരിക്കുന്നത്. ട്രെയിലർ ഒരു ഇതിന്റെ ഒരു
ഇതിന് ഒരു 5% ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ദൃശ്യം പോലെയാണ്. പിന്നെ ഇതിന്റെ മോഹൻലാലെല്ലാം വന്ന് പറയല്ലേ. പക്ഷെ തരുൺമൂർത്തി പിന്നെയും പറഞ്ഞു ഇത് അങ്ങനത്തെ ഒരു പടയല്ല, എനിക്ക് ദൃശ്യം പോലത്തെ പടം എടുക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന്. പക്ഷെ ഇത് അതുപോലത്തെ പടമല്ല. നിഷ്കളങ്കനല്ലേ, നിഷ്കളങ്കൻ എന്തും പറയും. പിന്നെ പറയാനില്ലേ എമ്പുരാനില് പോലും ഇല്ലാത്തത്ര ഞാൻ നോക്കുമ്പോ കൈയടിക്കുന്നുണ്ട് ഇപ്പുറത്ത്. ആ രീതിയിൽ ഡയലോഗ് എല്ലാം വരുന്ന ഇടക്കൊക്കെ. ആ ഡയലോഗ് വില്ലനും ഉണ്ട്. ഏത് ആ സെയിം ഡയലോഗ് കുറച്ച് വില്ലനും പറഞ്ഞത് അതല്ല, ഒരു കോമൺ മാൻ എന്നുള്ള സാധനമാണ് അല്ലേ. ഒരു ഇപ്പൊ മോഹൻലാൽ ആയതുകൊണ്ട് ഒരു ഹൈപ്പ് കൊടുക്കാന്നില്ല, ആ സാധനം ഇല്ല, അങ്ങനെ ഇല്ല. ഈക്വൽ വില്ലൻ നിലയിൽ വന്നിട്ടുണ്ട്. പുള്ളി പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇത്രയും ഒരു അല്ലെ വലിയ സ്റ്റാർ ചെയ്യോന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സംഭവം പുള്ളി സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയണ്ട്, മാസ് കാണിക്കാന്നില്ല, മാസല്ല അല്ലേ. അങ്ങനെ മാസായിട്ടില്ല, ഇതൊരു ഇമോഷൻ മാസ്. ഇത് രണ്ടും വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. പടമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോ ചങ്ങായി ഒരു വീണെടുക്കുന്ന എണീറ്റ് നിന്നാലും നമുക്ക് കൈയടിക്കാൻ തോന്നില്ലേ, അത് ആ ഒരു സാധനം വരുന്നത്. അപ്പം അല്ലെ പോയി കിടലം പടാണ്, ഈ ഭയങ്കര പടാണ് അല്ലെ. ഇത് അടിപൊളി പടാണ്. ഇത് ഒന്നും നമുക്ക് നമ്മളങ്ങനെ കുറ്റൊന്നും പറയാനില്ല. ഒരു നല്ല പടമാണ് നല്ല പടം എന്ന് പറയുന്ന പോലെ പറയുന്നത് അല്ലേ. അപ്പം അല്ലെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.